വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്നെല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു. ഞാൻ ഇന്ന് ഒരു യാദൃശ്യമായിട്ട് ഒരു ചെറിയ വീഡിയോ കാണുവാനിടയായി. അതായത് കോഴിക്കോട് ഒരു കുരിശുപള്ളിയുടെ വീഡിയോയാണ്. അതായത് അവിടുത്തെ വികാരി അച്ഛൻ അതിനെക്കുറിച്ച് പറയുന്നതും ഏതാനും വിശ്വാസികൾ സാക്ഷ്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതായിട്ടും കണ്ടു. അതായത് ആ കുരിശ് ഒരു പോർച്ചുഗീസുകാരുടെ കാലത്തുള്ളതായിരുന്നു. അത് ഇന്ന് അത് കുരിശ് വളർന്നുകൊണ്ടിരിക്കുന്നൊക്കെ ഉള്ള ഐതിഹ്യവും ഒക്കെയും അവിടെ പറയുവാനിടയായി. അതൊക്കെ കാണുമ്പോൾ അനേക മനുഷ്യർ ജാതി മത ഭേദമന്യേ കർത്താവിൻ്റെ കുരിശിലേക്ക് പോകുന്നതും അവരവിടെ ആരാധിക്കുന്നതും ദൈവത്തിന് നേർച്ചകളും കാഴ്ചകളും സമർപ്പിക്കുന്നതൊക്കെ കാണുവാനിടയായി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ജനം. ഇതിനോട് ചേർന്ന് ഞാനൊരു ദൈവവാക്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നിന്ന്. അതായത് ഇങ്ങനെ പറയുന്നു: ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്നും അവർക്ക് ലഭിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് യേശുക്രിസ്തു പറഞ്ഞതാണ്. ഈ വാക്യപ്രകാരം അവിടെ കൂടി വരുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ കർത്താവുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. പലരും പല കമൻസും എഴുതി കണ്ടു. എന്നാൽ സംശയിക്കാതെ വിശ്വസിക്കുന്നവന് ദൈവം പ്രതിഫലം കൊടുക്കുമെന്നും അവർ കൂടി വരുന്നവരുടെ വിശ്വസിക്കുന്നവരുടെ മധ്യത്തിൽ കർത്താവ് വസിക്കുന്നുവെന്നുമാണ്, അവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുമാണ് നമുക്കിതിൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ വിശ്വാസത്തോടെ കടന്നു വരുന്ന ഓരോ ജനത്തിനും ദൈവം ഉത്തരമരുളുമെന്നും നമുക്ക് വിശ്വസിക്കാം. പ്രത്യേകമായിട്ട് ഈ നാളുകളിൽ, ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിപ്പാനും അവൻ്റെ എല്ലാ പഠിപ്പിക്കലുകളെയും നമ്മൾ മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുവാനുമുള്ള കരുണയും കൃപയും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ബായ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക.